ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ നൈസായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് രണ്ട് രീതിയിലാണ് ഞാനിന്ന് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിന് പത്തിരി എന്നും ഒറോട്ടി എന്നും പറയാറുണ്ട്. നമ്മൾ അരിപ്പൊടി കുഴച്ചെടുക്കുന്നത് ഒരു രീതിയിൽ തന്നെയായിരിക്കും, പക്ഷേ ഇത് ചുട്ടെടുക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു പാത്രം ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു 6 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം. ഇനി നമ്മുടെ പത്തിരിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതേ കപ്പിൽ തന്നെ ഞാനൊരു 4 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയില്ലേ, ആ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാനൊരു 3 കപ്പ് അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 6 കപ്പ് വെള്ളത്തിന് 4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വാട്ടിയെടുത്തിരിക്കുന്ന പൊടി ഞാനൊരു താലത്തിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി കയ്യിലൊരല്പം എണ്ണയൊന്ന് തടവിയിട്ട് ചെറിയ ചൂടോടുകൂടി തന്നെ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. നമ്മൾ പൊടി കുഴച്ച് മയപ്പെടുത്തി എടുത്തെങ്കിൽ മാത്രമാണ് നമ്മൾ പത്തിരി ചുട്ടെടുക്കുമ്പോൾ അതൊന്ന് കുമളച്ച് വരുള്ളൂ. ഞാനിപ്പോൾ ഇത് രണ്ടാക്കിയിട്ടിട്ടൊന്ന് കുഴച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ചളവിൽ മാവ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. നമുക്ക് ബോൾസ് തയ്യാറാക്കിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് ആദ്യം തന്നെ നമ്മൾ റോൾ ചെയ്ത് വെക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ മുഴുവനും ഒന്ന് റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു റോൾ എടുത്തിട്ട് കുറച്ച് വലിയ ബോൾസ് വേണം തയ്യാറാക്കിയെടുക്കാൻ. നമ്മൾ രണ്ട് രീതിയിലാണ് ഇത് ചുട്ടെടുക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതേപോലെ വലിയ ബോൾസ് തയ്യാറാക്കിയെടുക്കുന്നത് ഒറോട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ചൊരളവിൽ ഇതേ രീതിയിൽ നമുക്കൊന്ന് വലിയ ബോളൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി ബാലൻസ് ഇരിക്കുന്ന ആ റോളും കൊണ്ട് ചെറിയ ബോൾസാക്കി തയ്യാറാക്കി എടുക്കട്ടെ. ഇത് പത്തിരിക്ക് വേണ്ടിയിട്ടാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ബാലൻസ് ഇരിക്കുന്ന മുഴുവൻ റോളും ഈ രീതിയിൽ തന്നെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഒറോട്ടിക്കുള്ള ഉരുളകളൊന്ന് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് പ്രസ് ഉപയോഗിച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒറോട്ടി തയ്യാറാക്കി എടുക്കുമ്പോൾ മാത്രം നമ്മൾ പരുത്തുപൊടി ഉപയോഗിക്കേണ്ടിട്ടോ. ഇതേപോലെ ഒന്ന് പരത്തി ആദ്യം എടുത്തിട്ട് പൊടിയിൽ മുക്കിയിട്ടൊന്ന് മാറ്റി വെക്കട്ടോ. എന്നിട്ട് ഈ രീതിയിൽ തന്നെ ബാലൻസ് ഇരിക്കുന്ന ഉരുളകളും ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്ന ഒറോട്ടിയില്ലേ, അത് കുറച്ചും കൂടി ഒന്ന് കനം കുറച്ചിട്ട് എടുക്കാനുള്ളതാണ് കേട്ടോ. ഞാൻ ഇതേപോലെ കുറച്ച് പരുത്തുപൊടി ഒന്ന് തൂളി കൊടുത്തിട്ട് ഒരു ഒറോട്ടി എടുത്തിട്ട് വീണ്ടും ഒന്നൊരു ചപ്പാത്തിക്കോൽ ഉപയോഗിച്ചിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് നല്ലതുപോലെ ഒന്ന് കനം കുറച്ചിട്ട് പരത്തിയെടുക്കാം. ഇപ്പം നല്ല രീതിയിൽ തന്നെ ഒന്ന് കനം കുറഞ്ഞ് നമുക്ക് പരന്ന് കിട്ടിയിട്ടുണ്ട്. സൈഡൊക്കെ കണ്ടില്ലേ, ഒരു ഷേപ്പ് ഇല്ലാണ്ടല്ലേ ഇരിക്കണേ. ഇനി ഇത് നമുക്കൊരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു മൂടി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ലൊരു ഷേപ്പിലായിട്ട് നമുക്ക് ഒറോട്ടി കിട്ടിയിരിക്കുന്നത്. ഈ രീതിയിലാണ് കേട്ടോ നമ്മൾ ഒറോട്ടി തയ്യാറാക്കി എടുക്കുന്നത്. ബാലൻസ് ഇരിക്കുന്നതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് പരത്തി എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒറോട്ടിയുടെ സൈഡൊക്കെ വെട്ടിയെടുത്തിട്ട് എനിക്ക് ഇത്രയും പീസുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് കൂട്ടി കുഴച്ചെടുത്തിട്ട് വീണ്ടും ഉരുളകളാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഒറോട്ടിയൊക്കെ ഇവിടെ നല്ല രീതിയിലൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. നല്ലൊരു ഷേപ്പിലായിട്ട് നമ്മൾ കട്ട് ചെയ്തും കൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ചുട്ടെടുക്കാം. ഇനി നമുക്ക് ഒറോട്ടി ഒന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിൽ വെച്ചിരിക്കുന്ന കല്ല് നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഒറോട്ടി ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിൽ ഇതേപോലെ ഒരു ആവി പറന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ മറിച്ചിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു കുമിളകൾ വരും കേട്ടോ. അപ്പോൾ ഒന്ന് വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ രണ്ടാമത്തെ തവണ മറിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒറോട്ടി നല്ലതുപോലെ അങ്ങോട്ട് കുമിളിച്ച് വരും കേട്ടോ. കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ ഒന്ന് കുമിളിച്ച് വരുന്നുണ്ട്. ഈ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഒറോട്ടി ഫുള്ളായിട്ട് അങ്ങ് ചുട്ടെടുക്കാം. പിന്നെ നമ്മൾ വീണ്ടും ചുട്ടെടുക്കുമ്പോഴത്തേക്കും ഈ കല്ലിലെ പൊടിയൊക്കെ ഒന്ന് തൂത്ത് കളഞ്ഞിട്ട് വേണം കേട്ടോ ചുട്ടെടുക്കാൻ. ഇപ്പം നമ്മൾ ഒറോട്ടിയൊക്കെ ഫുള്ളായിട്ട് അങ്ങ് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരി തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് അതേ കല്ലിലുണ്ടായിരുന്ന ആ പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിരിക്കണുണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് എത്രത്തോളം പത്തിരി ഇട്ട് കൊടുക്കാവോ ആ രീതിയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലുള്ള ഗ്യാപ്പിലേക്ക് ആദ്യം ഇട്ട് കൊടുത്തേക്കുന്ന പത്തിരിയില്ലേ, അത് അങ്ങോട്ട് വേണം കേട്ടോ മറിച്ചിട്ട് കൊടുക്കാൻ.
ഇനി നമ്മൾ ആ പത്തിരി എടുത്ത ഗ്യാപ്പിലേക്ക് വേറൊരു പത്തിരി പരത്തിയിട്ട് കൊടുക്കാം. ഇങ്ങനെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസൊക്കെ പത്തിരി തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളിതൊന്ന് പരത്തിയെടുക്കാനും മറിച്ചിട്ട് കൊടുക്കാനും ഇത് ചുട്ടത് എടുക്കാനൊക്കെ ആയിട്ട് പെട്ടെന്ന് ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ കുറച്ച് സ്പീഡിൽ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഈ രീതിയിൽ ബാക്കിയുള്ള ബോൾസും ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണേ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തം രുചികരമായ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.